കഴിഞ്ഞ വീഡിയോയിൽ കല്യാണത്തിന് മുൻപായിരുന്നുവെങ്കിൽ ഇത് കല്യാണം കഴിഞ്ഞിട്ടാണ് ഒരു അമ്പല ദർശനം. എനിക്ക് തോന്നുന്നു ഇതൊരു മാൻഡേറ്ററി ഐറ്റമാണ് ആഫ്റ്റർ മാരേജ്. ഇവിടെ അമ്മയാണെങ്കിൽ എങ്ങോട്ടും പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ആകെ ഇഷ്ടത്തോടെ പോകുന്ന ഒരു സ്ഥലമാണ് അമ്പലം. ഇത് കാഞ്ഞിരമറ്റം ശിവക്ഷേത്രമാണ്. തലേന്ന് പെയ്ത മഴയിൽ കാറ്റിലും ഒക്കെ അമ്പലത്തിൻ്റെ ഒരു മേൽക്കൂരയോ മറ്റോ താഴെ വീണ് കിടക്കുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. അമ്മ വഴിപാടൊക്കെ എഴുതിക്കുന്ന സമയത്ത് ഞാൻ ഈ അമ്പലമൊക്കെ മൊത്തത്തിൽ നോക്കുമായിരുന്നു. ആരും അവിടുത്തെ പരിസരവും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടുത്തെ ആ കൊത്തുപണികളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എത്ര ഭംഗിയാന്ന് നോക്കുമോ. ഗണപതി ആയിക്കോട്ടെ, പഴശ്ശിരാമനായിക്കോട്ടെ, ആഞ്ജനേയനായിക്കോട്ടെ, എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഒരു കളറിങ്ങും മൊത്തത്തിൽ അതിൻ്റെ മേളുവശം ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആലിനവിടെ വലം വെക്കാൻ പറ്റും, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ അമ്പലങ്ങളിലും വലിയ ആലും അതിലിങ്ങനെ വലം വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവിടുത്തെ എനർജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അമ്പലത്തിലേക്ക് ഇറങ്ങാം എന്നുള്ള ധാരണയിൽ വന്ന സ്ഥിതിക്ക് ശിവൻ്റെ അമ്പലം കഴിഞ്ഞ് കൃഷ്ണൻ്റെ അമ്പലത്തിൽ കൂടെ പോയേക്കാം എന്ന് വിചാരിച്ചു. കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോയി. അവിടെ അമ്പലം അതൊക്കെ കണ്ട് അവിടെ ഏതൊരു കുട്ടിക്ക് എന്തോ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അവൻ്റെ ആ എക്സ്പ്രഷനൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വിനായകയിൽ ഫുഡ് കഴിക്കാനാണ്. കണ്ടോ, എനിക്കൊരു വീക്ക്നെസ്സാണ്. ഞാൻ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് ആലാണോ ഒന്നും അറിയില്ല. വിനായകയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ പൂരിയും അമ്മ മസാല ദോശ അങ്ങനെ എന്തൊക്കെയോ ആണ് കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മയ്ക്ക് കുറച്ച് വിത്തുകളും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് അമ്മയുടെ ആര്യവേപ്പല്ലല്ലോ കരിവേപ്പിലൊക്കെ ഇങ്ങനെ പുഴു പിടിച്ചെന്നും പറഞ്ഞ് കുറച്ച് വളമൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ചാണകപ്പൊടി എടുക്കുന്നതാണ് ആൾ. ഇങ്ങനത്തെ 2 ചാണകപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് നമ്മൾ വീട്ടിൽ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു കഥയായിട്ട് ഞാൻ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.